ജമാഅത്തെ ഇസ്ലാമിയും SDP-യും അടക്കമുള്ള ഇസ്ലാമിസ്റ്റുകളുടെ സ്വാധീനമേറെയുള്ള മണ്ഡലമാണ് കോഴിക്കോട് കുന്നമംഗലം. എന്നാൽ ഇതെല്ലാം മറികടന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ വലിയ മുന്നേറ്റമാണ് BJP നേടിയത്. ഇത്തവണ ഒരു അട്ടിമറി ഉറപ്പാണെന്നാണ് കുന്നമംഗലത്തെ NDA സ്ഥാനാർത്ഥി VK സജീവൻ പറയുന്നത്. അനഘ ഹർഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി കേവലം 18 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. സ്ഥാനാർത്ഥികളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ്. നമുക്കൊപ്പമുള്ളത് കുന്നമംഗലത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള VK സജീവനാണ്. കോഴിക്കോടിന്റെ മുഖമാണ്, ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമല്ല. എങ്ങനെ പോകുന്നു നമ്മുടെ ഒരു ഇലക്ഷൻ പ്രചരണം? നന്നായിട്ട് പോകുന്നു. വളരെ നേരത്തെ തന്നെ താഴെത്തട്ട് മുതൽ ഞങ്ങൾ മുന്നൊരുക്കം നടത്തിയിട്ടുണ്ടായിരുന്നു. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ഉടനെ തന്നെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി സാധിച്ചു. ഈ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിക്ക് താഴെത്തട്ടിൽ നല്ല വേരോട്ടമുള്ള മണ്ഡലമാണ്. ഈ തെരഞ്ഞെടുപ്പിലും വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി, വികസന കാഴ്ചപ്പാടോടുകൂടി ജനങ്ങളെ സമീപിക്കുന്ന മുന്നണി ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ മുന്നണിയാണ് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ജനക്ഷേമ പദ്ധതികളൊക്കെ ഈ നമ്മുടെ കേരളത്തിലും നമ്മുടെ മണ്ഡലത്തിലും നടപ്പിലാക്കണമെങ്കിൽ ഇവിടെയും ഒരു NDA ഗവൺമെൻറ് തന്നെ വരണം എന്നുള്ള ബോധ്യത്തിലേക്ക് ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുന്നമംഗലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ഏകദേശം 30,000 അടുത്ത് വോട്ട് നേടിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ മോദി സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഒന്നായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയായിരിക്കും സ്വാധീനം? കുന്നമംഗലത്ത് ലീഗുകാർ LDF സ്വതന്ത്രന്മാരാവുന്നു. DCCയുടെ ജനറൽ സെക്രട്ടറി ലീഗിൻ്റെ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു. കുപ്പി, ഗ്ലാസ്, ഓട്ടോറിക്ഷയിലൊക്കെ വോട്ട് ചെയ്യേണ്ട ഗതികേടിലാണ് ഇവിടുത്തെ LDFൻ്റെയും UDFൻ്റെയും പ്രവർത്തകന്മാർ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടോ വികസന കാഴ്ചപ്പാടോടോ കൂടി മുന്നോട്ട് പോകുന്നതല്ല. ഞങ്ങളതിൽ മനസ്സിലാക്കുന്നത് മതരാഷ്ട്രവാദ സംഘടനകൾ നിയന്ത്രിക്കുന്ന മുന്നണികളെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ദിനേശ് പെരുമണ്ണ DCC ജനറൽ സെക്രട്ടറി കഴിഞ്ഞ തവണ ലീഗ് സ്വതന്ത്രം എന്ന് പറഞ്ഞിട്ടാണ് മത്സരിക്കുന്നത്. PT റഹീമൻ ലീഗിൻ്റെ നേതാവായിരുന്നു. LDF സ്വതന്ത്രം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇപ്പോൾ 15 കൊല്ലമായിട്ട് ജനവിധി തരുന്നത്. ഇപ്പോൾ ചിഹ്നം ആയിട്ടില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോർഡ് നോക്കുമ്പോൾ ചിഹ്നം കാണുന്നില്ല. അപ്പോൾ ചിഹ്നം അലോട്ട് ചെയ്ത് വരണം എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ എന്താ കുപ്പിയോ എന്തെങ്കിലും വരും. അപ്പോൾ ഇത് ജനങ്ങളെ പറ്റിക്കാനുള്ളൊരു നയസമീപനം ഈ രണ്ട് മുന്നണികളും സ്വീകരിക്കുമ്പോൾ ശരിയായ വികസന കാഴ്ചപ്പാടോടുകൂടി ജനസേവനത്തിൻ്റെ മാർഗത്തോടുകൂടി ലോകാരാധ്യനായിട്ടുള്ള നരേന്ദ്രമോദി രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ഇപ്പോൾ വികസനം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഇവിടെ ചില കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 25 വർഷത്തെ സ്വപ്ന സാക്ഷാത്കാരമാണ്, 10 വർഷത്തെ സ്വപ്ന സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നുണ്ടാവാം. പക്ഷെ അതല്ല, നരേന്ദ്രമോദിജി ഭരിക്കുന്ന ഇന്ത്യയിലാണ് കേരളവും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വേഗതയിലുള്ള വികസനം അതാണ് ജനങ്ങളുടെ മുമ്പാകെ NDA ഇത്തവണ വെക്കുന്നത്. കുന്നമംഗലത്ത് ഇത്തവണ ചരിത്ര താമര വിരിയിക്കും. അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് നടക്കുന്നത്. ക്യാമറമാൻ ശശികുമാർ പടന്നക്കാട്ടിനൊപ്പം അനഘ ഹർഷൻ, ജനം.